ഇന്ന് വേദകാലത്ത് പ്രാചീന ഭാരതത്തിൽ മനുഷ്യൻ കണ്ടെത്തിയ വിജ്ഞാനത്തെ ചേർത്ത് വേദഗ്രന്ഥം ജ്ഞാനമാണെന്ന് പ്രചരിപ്പിക്കലല്ലേ ഇപ്പോൾ നടക്കുന്നത് എന്നാണ് ആദ്യത്തെ ചോദ്യം. അത് ഇപ്പോൾ നടക്കുന്നതല്ല, അത്തരത്തിൽ ഇതെല്ലാം വേദമുണ്ടായ കാലത്ത് തന്നെ തുടങ്ങിയിട്ടുള്ളതാണ്. വേദത്തിന് കർമ്മകാന്ഡം ജ്ഞാനകാന്ഡം എന്ന രണ്ട് ഭാഗങ്ങളുണ്ട് എന്ന് അന്ന് മുതലേ പ്രചരിപ്പിച്ചു വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മളെല്ലാവരും പഠിക്കുന്നത് അങ്ങനെയാണ്, പാരമ്പര്യമായിട്ട് പഠിപ്പിച്ചു വരുന്നതാണ് കർമ്മകാന്ഡം ജ്ഞാനകാന്ഡം. ഈ ജ്ഞാനകാന്ഡം എന്ന് പറയുന്നത് ഉപനിഷത്താണ് എന്നും പഠിപ്പിക്കും. അങ്ങനെ വേദത്തിന്റെ സിദ്ധാന്ത ഭാഗമാണ് ഉപനിഷത്ത് എന്ന ധാരണ ഭാരതീയരിൽ ബാല്യത്തിൽ തന്നെ ഉണ്ടാക്കി വയ്ക്കുന്നു. ഇങ്ങനെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് അധികമാരും രക്ഷപ്പെടാറില്ല. ആ ധാരണ കൊണ്ട് ജീവിച്ച് ആ ധാരണയും കൊണ്ടും മരിക്കും. ഈ വേദത്തിന്റെ കർമ്മകാന്ഡമെന്നും ജ്ഞാനകാന്ഡമെന്നും പറയുന്ന ഈ രണ്ട് ഭാഗങ്ങൾ തമ്മിൽ എന്തെങ്കിലും സംബന്ധമുണ്ടോ? ഇവ പരസ്പരം പൊരുത്തപ്പെടുന്നതാണോ എന്നാരും ചിന്തിക്കാറില്ല. വേദത്തിന് ഇങ്ങനെ കർമ്മകാന്ഡം ജ്ഞാനകാന്ഡം എന്ന രണ്ട് കാണ്ഡങ്ങൾ ഉണ്ടെങ്കിൽ അവ പരസ്പര പൂരകങ്ങളായിരിക്കണം, കോംപ്ലിമെന്ററി ആയിരിക്കണം. അങ്ങനെയല്ല എന്ന ഒറ്റ നോട്ടത്തിൽ തന്നെ അറിയാം. എന്ന് തന്നെയല്ല, പരസ്പര വിരുദ്ധങ്ങളാണ് എന്നാണ് കാണുന്നത്. ഒന്ന്, വൈദിക കർമ്മങ്ങൾ ചെയ്ത് സ്വർഗം എന്ന് പറയുന്ന സുഖവിശേഷം പ്രാപിക്കാനുള്ള വഴിയാണ്. ദുഃഖം ഇടയ്ക്ക് കയറി വരാത്ത, ഇടതടവില്ലാത്ത സുഖം, ഒരിക്കൽ കിട്ടിയാൽ പിന്നീട് നഷ്ടപ്പെടാത്ത സുഖം, ആഗ്രഹിക്കുന്നതൊക്കെ ഉടനെ മുൻപിൽ വരുന്ന സുഖം, ഇങ്ങനെയുള്ള ഒരു സുഖവിശേഷത്തെയാണ് സ്വർഗം എന്ന് വേദം വിളിക്കുന്നത്. വേദത്തിലെ സ്വർഗം ഒരു സ്ഥലമല്ല, അതൊരു സുഖവിശേഷമാണ്, ഒരവസ്ഥാവിശേഷമാണ്. ഇതിനെ പ്രാപിക്കാനാണ് ഈ യാഗങ്ങളൊക്കെ എത്തിച്ചിരിക്കുന്നത്. ഓരോരോ കാമത്തിനും അതതിൻ്റെ യാഗമുണ്ട്. പക്ഷെ പ്രധാനമായത് പരമമായ പ്രാപ്യം ഈ സ്വർഗം എന്ന് പറയുന്ന സുഖമാണ്. വേദത്തിലെ ഒരു വാക്യത്തിനും ജ്ഞാനപരമായ അർത്ഥം പറയാൻ പാടില്ല എന്നാണ് വൈദിക സമ്പ്രദായത്തിലെ സിദ്ധാന്തം. ജൈമിനി മീമാംസാ സൂത്രങ്ങളിൽ ഇത് പുടം ചെയ്ത് വെച്ചിട്ടുണ്ട്. യാഗം ചെയ്യാനുള്ള വിധിയാണ് വേദത്തിലെ പ്രധാന ഭാഗം. ആ വിധിയെ പൂരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, വിധിവാക്യങ്ങളുടെ അർത്ഥത്തെ പൂരിപ്പിക്കാൻ വേണ്ടിയാണ് ബാക്കി എല്ലാ വാക്യങ്ങളും. അതുകൊണ്ട് ആ വാക്യങ്ങൾക്കൊന്നിനും സ്വതന്ത്രമായി അർത്ഥമേ പറയാൻ പാടില്ല, എല്ലാം വിധിക്ക് വേണ്ടിയാണ്. ഇങ്ങനെ എല്ലാ വേദവാക്യങ്ങളുടെയും വിധിവാക്യൈക വാക്യത്വം ആണ് വേദത്തിന്റെ സിദ്ധാന്തം. ഉപനിഷത്താവട്ടെ ഈ ലോകം മിഥ്യയാണ്, ഈ ജീവിതത്തിന് ഒരർത്ഥവും ഇല്ല, ജനിക്കാതിരിക്കാൻ എന്താണ് ചെയ്യേണ്ടത് എന്നാണ് നോക്കേണ്ടത്. ജന്മമില്ലാതെയാവുക, ജന്മമില്ലാതെയാവുന്നതും മോക്ഷം. ഇതാണ് വേദാന്തം എന്ന് പറയുന്ന ഈ ഉപനിഷത്ത്. വേദത്തിന്റെ വിജ്ഞാന ഭാഗമാണ്, അതിൻ്റെ സിദ്ധാന്ത ഭാഗമാണ് എന്ന് പറഞ്ഞ് അതിനെ പ്രമാണമാക്കി ഉണ്ടാക്കിയത് എന്ന് അവകാശപ്പെടുന്ന വേദാന്തത്തിന്റെ വാദം. വാസ്തവത്തിൽ ഉപനിഷത്ത് ശുദ്ധമായ വിജ്ഞാനമാണ്, പ്യുവർ സയൻസ് ആണ്. ഇത് മിസ്റ്റിസിസമല്ല,
അത് മതമല്ല, തത്വചിന്തയുമല്ല, ഇത് സയൻസാണ്. ഇന്ന് നമ്മൾ ഏതർത്ഥത്തിൽ സയൻസ് എന്ന് പറയുന്നുവോ ആ അർത്ഥത്തിൽ സയൻസാണ് ഉപനിഷത്ത്. ഇത് ജഗത്തിന്റെ ഉത്പത്തി വികാസങ്ങള്, പരിണാമങ്ങള്, അതിനെ അടിസ്ഥാനപ്പെടുത്തി ജഗത്തിന്റെ മൗലികമായ ഏകത്വം, ആ ഏകത്വത്തിന്റെ കാഴ്ചപ്പാടിൽ എങ്ങനെയാണ് ലോകത്തിൽ നമ്മൾ ജീവിക്കേണ്ടത്, അങ്ങനെ അതിൽ നിന്നുണ്ടാകുന്ന ഒരു ജീവിത സമ്പ്രദായം, ഇതാണ് ഉപനിഷത്തിന്റെ ഉള്ളടക്കം. വേദത്തിന്റെ ജീവിത രീതി വേറെയാണ്, ജീവിത സമ്പ്രദായം വേറെയാണ്. വിരുദ്ധമായ സിദ്ധാന്തങ്ങള്, വിരുദ്ധമായ ജീവിത സമ്പ്രദായങ്ങള്, ഇതാണ് വാസ്തവത്തിൽ ഈ രണ്ടിലും ഉള്ളത്. അങ്ങനെയായിട്ടും പണ്ട് മുതൽ തന്നെ ഇതിനെ കൂട്ടിച്ചേർക്കാനുള്ള ശ്രമം നടന്നു വരുന്നുണ്ട്. ഉപനിഷത്ത് കൈയടക്കിയ വൈദികര്, ആര്യന്മാരും ആര്യകിങ്കരന്മാരുമായ മതവാദികൾ, വിജ്ഞാന വൈരികളായ ആര്യന്മാരും ആര്യകിങ്കരന്മാരും വിജ്ഞാനത്തിനെതിരായ അവരുടെ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് ഉണ്ടാക്കിക്കൊണ്ടുവന്ന ആശയമാണ്. ഇത് അടുത്ത കാലത്തൊന്നും ആരംഭിച്ചതല്ല. ഇത് കാലാകാലങ്ങളായിട്ട് ഇങ്ങനെ നടന്നു വരുന്നുണ്ട്. ഇതിന് മാറ്റം വരുന്നതാണ് നമ്മുടെ ശ്രമം. ഇത് മാറണം. ഉപനിഷത്തിനെ യഥാരൂപമായിട്ട് അറിയണം, അവിപരീതമായിട്ട് മനസ്സിലാക്കണം എന്താണ് ഉപനിഷത്ത്. അങ്ങനെയായാൽ ഈ മൗഢ്യം മാറി കിട്ടും. അപ്പൊ അതോടൊപ്പം തന്നെ വേദം എന്താണെന്ന് അറിയണം. വേദത്തിന്റെ സ്വരൂപം എന്താണ്, വേദത്തിന്റെ പ്രയോജനം എന്താണ്. ഇത് രണ്ടിനെയും ഇങ്ങനെ നിഷ്കർഷിച്ച് വിവേചിച്ച് അറിയുന്ന കാലത്ത് മാത്രമേ ഈ തെറ്റിദ്ധാരണ നീങ്ങുള്ളൂ. ഇപ്പോഴീ തെറ്റിദ്ധാരണ വളരെ കലശലാണ്. സാധാരണ ഭാരതീയനോട് ചോദിച്ചാൽ ഇത് രണ്ടും ഒരു പ്രസ്ഥാനത്തിന്റെ ഭാഗങ്ങളാണ് എന്ന് തന്നെ പറയും. കാരണം അങ്ങനെയാണ് പഠിപ്പിച്ചിരിക്കുന്നത്. ഇതാണ് അതിനെ സംബന്ധിച്ച് പറയാനുള്ളത്. രണ്ടാമത്തെ ചോദ്യം, വ്യാകരണം, ന്യായം, സൗന്ദര്യശാസ്ത്രം എന്നിവ അടിസ്ഥാനമാക്കി പഠിപ്പിക്കുന്ന പ്രാചീന വിദ്യാഭ്യാസവും ശ്രവണം, മനനം, നിധിധ്യാസനം എന്നിവ വഴി വിജ്ഞാനം നേടുന്ന പാരമ്പര്യവും ഉള്ളപ്പോൾ ഗുരുവാക്യത്തിൽ ഭക്തിയും വിശ്വാസവുമാണ് വേണ്ടത് എന്ന വാദത്തിന്റെ താല്പര്യം എന്തായിരിക്കും? ശ്രവണം, മനനം, നിധിധ്യാസനം എന്നതാണ് ജ്ഞാനത്തിന്റെ വഴി. ജ്ഞാനത്തിന് വേറെ വഴിയില്ല. ശ്രവണം എന്ന് പറയുന്നത് വാക്യങ്ങൾ കേൾക്കുന്നതിനെ അഥവാ അതിന്റെ അർത്ഥം ഗ്രഹിക്കുന്നതിനെയാണ്. കേട്ടോ വായിച്ചോ വാക്യാർത്ഥം ധരിക്കുന്നത് ആണ് ശ്രവണം. അതിനെ യുക്തികളെ കൊണ്ട് വിചാരം ചെയ്യുന്നതും മനനം, ഹേതുക്കളെ കൊണ്ട് വിചാരം ചെയ്യാം. അങ്ങനെ യുക്തി വിചാരം ചെയ്യുമ്പോഴാണ് ആ വാക്യത്തിന്റെ അർത്ഥം തെറ്റാണോ ശരിയാണോ, അത് യുക്തിക്ക് നിരക്കുന്നതാണോ അനുഭവത്തിന് നിരക്കുന്നതാണോ, അത് പൂർവ്വ വിജ്ഞാനങ്ങൾക്ക് യോജിച്ചിരിക്കുന്നുണ്ടോ, അതിന് വിരുദ്ധമായിട്ട് പോകുന്നുണ്ടോ, ഇങ്ങനെ പ്രതിഭയും പൂർവ്വ വിജ്ഞാനവും എല്ലാം ഉപയോഗിച്ച് യുക്തി വിചാരവും ചെയ്ത് കേൾക്കുന്ന വാക്യത്തിന്റെ അർത്ഥം സാധുവാണോ അല്ലയോ എന്ന് തീരുമാനിക്കുക. ഇങ്ങനെ വാക്യത്തിന്റെ നിഷ്കഷ്ടമായ അർത്ഥം എന്താണ് എന്ന് നിർണയിക്കുക. അത് തെറ്റോ ശരിയോ എന്നും നിർണയിക്കുക. ഈ രണ്ട് നിർണയങ്ങൾ നടക്കുമ്പോഴാണ് വാക്യാർത്ഥം മനസ്സിലായി എന്ന് പറയുക. അങ്ങനെ നോക്കി അർത്ഥം സാധുവാണെങ്കിൽ അത് സ്വീകരിക്കാം, അപ്പൊ അത് പ്രമാണവാക്യമായി. സാധു അല്ലെങ്കിൽ അപ്രമാണമാണ്, അപ്പൊ അത് തള്ളിക്കളയണം. ഇതാണ് അറിവ് നേടുന്ന വഴി. ഇതാണ് ഭാരതത്തിന്റെ വിദ്യാ പാരമ്പര്യം. ഈ പാരമ്പര്യത്തിന് വിരുദ്ധമായിട്ടാണ് ഈ ഗുരുവാക്യത്തിൽ വിശ്വാസം എന്ന ആശയം വന്നിരിക്കുന്നത്. ഇത് വേദാന്തത്തിന്റെ ആശയമാണ്. ഇതിന് ശ്രദ്ധ എന്നൊരു പേരും കൊടുത്തിട്ടുണ്ട്. ശ്രദ്ധയ്ക്ക് വിശ്വാസം എന്ന് അർത്ഥം പറയാം.
ശ്രദ്ധ ശരിക്കും ജ്ഞാനത്തിന്റെ പര്യായമായിട്ടാണ് പറയുന്നത് മാർഗകോശത്തിലോ. ഇവിടെ ശ്രദ്ധ എന്ന് പറയുന്നത് വിശ്വാസമാണെന്ന് ഈ പറയുന്ന സ്വരൂപം കൊണ്ട് മനസ്സിലാവും. ശാസ്ത്രവും ഗുരുവാക്യവും സത്യമാണ് എന്ന ധാരണയാണ് ശ്രദ്ധ. ഈ ശ്രദ്ധ ഉണ്ടെങ്കിൽ മാത്രമേ വേദാന്തം പഠിക്കാൻ യോഗ്യത ആകുന്നുള്ളൂ. അധികാരത്തിന്റെ ഭാഗമാണ് ഈ ശ്രദ്ധ. അതില്ലാത്തവൻ വേദാന്തം പഠിക്കാൻ അധികാരിയല്ല. അത് ശരിയുമാണ്. കാരണം വേദാന്തം വിശ്വാസമാണ്. വിശ്വാസമില്ലാത്തവന് വേദാന്തം ഉൾക്കൊള്ളാൻ കഴിയില്ല. അത് യുക്തിയെ ഏകാന്തമായിട്ട് പിന്തുടരുന്ന ജ്ഞാനമാർഗമല്ല. അതുകൊണ്ടാണ് ഈ ശ്രദ്ധ എന്ന് പറയുന്ന ആശയം കൊണ്ടുവന്നത്. അപ്പൊ എന്റെ താല്പര്യം എന്തായിരിക്കും ചോദിച്ചാൽ അത്രേ ഉള്ളൂ. താല്പര്യം വിശ്വാസത്തെ മൂലസ്ഥാനത്ത് പ്രതിഷ്ഠിക്കുക, വിശ്വാസത്തെ മനോവ്യാപാരത്തിന്റെ അടിസ്ഥാനമാക്കുക, ബുദ്ധിവ്യാപാരത്തിന്റെ അടിസ്ഥാനമാക്കുക. അങ്ങനെ ആത്യന്തികമായിട്ട് ബുദ്ധിയെ ഹനിക്കുക, ജ്ഞാനത്തിന്റെ വഴി മുടക്കുക. എന്നിട്ട് ആ ജ്ഞാനത്തിന് പകരം ജ്ഞാനവ്യാജേന വിശ്വാസം നട്ടുപിടിപ്പിക്കുക. അപ്പോൾ വിജ്ഞാനമല്ല ഉണ്ടാകുന്നത്, അവിടെ ഉണ്ടാകുന്നതും മതമാണ് എന്ന് പറയുന്ന റിലിജ്യൻ. ഈ ദർശനങ്ങൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും, ഈ ദർശനങ്ങളെല്ലാം വാസ്തവത്തിൽ മതസ്ഥാനീയമാണ്. മതങ്ങളെ പോലെയാണ് എല്ലാത്തിൻ്റെ സ്വഭാവം, മതത്തിന്റെ സ്വഭാവമാണ്. ഓരോ ദർശനത്തിനും അതതിൻ്റെ ഭിന്ന ഭിന്നങ്ങളായ ആശയങ്ങളാണ് ഈ ജഗത്തിന്റെ ഉത്പത്തി വികാസങ്ങളെ സംബന്ധിച്ച് പറയാനുള്ളത്. സാധുവായ ജ്ഞാനമാണെങ്കിൽ അത് ഒരു വിധത്തിലേ ഉണ്ടാവുള്ളൂ, ഒരു ജഗത്തേ ഉള്ളൂ, അതൊരു വിധത്തിലേ ഉണ്ടായിട്ടുള്ളൂ, അതൊരു വിധത്തിലേ പരിണമിച്ചിട്ടുമുള്ളൂ. അപ്പൊ അതിനെ സംബന്ധിച്ച് ഒരു ദർശനം മാത്രമേ ഉണ്ടാവാൻ സാധിക്കുള്ളൂ. 190-ലധികം ദർശനങ്ങൾ ഉണ്ടെങ്കിൽ ഇതെല്ലാം കപടശാസ്ത്രങ്ങളാണ് എന്ന് അതുകൊണ്ട് തന്നെ തീരുമാനമായി. ഈ കപടശാസ്ത്രങ്ങൾക്ക് നിലനിൽപ്പുണ്ടാക്കലാണ് ഈ വാദങ്ങളെ കൊണ്ടൊക്കെ ശ്രദ്ധിച്ചിരിക്കുന്നത്. വിശ്വാസത്തിന് പ്രമുഖമായ സ്ഥാനം കൊടുത്തു. ശാസ്ത്രം ശരിയാണോ എന്നറിയേണ്ടത് യുക്തിയും അനുഭവവും കൊണ്ടാണ്. ഏതാശയത്തിൻ്റെയും സാധുത്വം തീരുമാനിക്കുന്നത് യുക്തിക്കും അനുഭവത്തിനും നിരക്കുന്നതാണോ എന്ന് നോക്കിയിട്ടാണ്. അങ്ങനെ അല്ലാത്ത ഒന്നും സാധുവല്ല. ശാസ്ത്രവും ഗുരുവാക്യവും സത്യമാണെന്ന് ആദ്യം തന്നെ തീരുമാനമായാൽ പിന്നെ ഈ മനനമൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെ വിശ്വസിക്കുന്ന ആൾക്ക് പിന്നെ അറിവിന്റെ വിഷയത്തിൽ സ്വാതന്ത്ര്യമേ ഇല്ല. പിന്നെ ഗുരു പറയുന്നതൊക്കെ കേൾക്കുക, അതൊക്കെ ചെയ്യാണെന്ന് സമ്മതിക്കുക, അതല്ലാണ്ട് ഒന്നും ശിഷ്യന് ചെയ്യാനില്ല. ഈ നിലയിലേക്ക് ശിക്ഷണത്തെ അധപ്പതിപ്പിക്കുകയാണ് ഈ ഗുരുവാക്യത്തിൽ ശ്രദ്ധ എന്ന് പറയുന്ന, അതുപോലെ ശാസ്ത്രശ്രദ്ധ എന്ന് പറയുന്ന ഈ ആശയം കൊണ്ട് സാധിച്ചത്. ഒരു തരത്തിലുള്ള വിശ്വാസത്തെയും വിജ്ഞാനത്തിന് വെച്ചു പൊറുപ്പിക്കാൻ സാധിക്കില്ല. വിജ്ഞാനം സത്യാന്വേഷണമാണ്. സത്യാന്വേഷണം പണ്ടാരെങ്കിലും അന്വേഷിച്ച് കണ്ടെത്തിയത് ഇപ്പോൾ വിശ്വസിക്കലുമല്ല. കണ്ടന്വേഷിക്കട്ടെ, അന്വേഷിക്കാതിരിക്കട്ടെ, കണ്ടെത്തട്ടെ, കണ്ടെത്താതിരിക്കട്ടെ. സത്യാന്വേഷണം എന്ന് പറയുന്നത് താൻ തന്നെ ചെയ്യുന്നതാണ്, തനിക്ക് വേണ്ടി വല്ലവരും ചെയ്യണതല്ല. ഓരോ വ്യക്തിയും സത്യം അന്വേഷിച്ച് കണ്ടെത്തണം. അങ്ങനെ സത്യം അന്വേഷിച്ച് കണ്ടെത്താനാണ് ഈ ശ്രവണ മനന നിധിധ്യാസനം എന്ന് പറയുന്ന ജ്ഞാനയോഗ പദ്ധതി. അപ്പൊ ജ്ഞാനയോഗം എന്നത് അറിവിന്റെ വഴിയാണ്. ജ്ഞാനം നേടാനുള്ള നിഷ്കൃഷ്ടമായ പദ്ധതിയാണ്. ആ പദ്ധതിയാണ് ശ്രവണം മനനം നിധിധ്യാസനം. അവിടെ ഈ ശ്രദ്ധയ്ക്കൊരു സ്ഥാനമില്ല. ഇത് ഉപനിഷത്തിന് സ്വീകാര്യമായ സങ്കല്പമല്ല, ഇത് വിജ്ഞാനത്തിന് സമ്മതമായ സങ്കല്പമല്ല. ഇതിൻ്റെ താല്പര്യം ഈ സമ്പ്രദായങ്ങൾ ഉണ്ടാക്കിയെടുക്കുക, ശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ
സമ്പ്രദായങ്ങൾ, ഗുരുപരമ്പര ഉണ്ടാക്കുക. ആ പരമ്പര പറയുന്നത് ശരി, ബാക്കി എല്ലാവരും പറയുന്നത് തെറ്റ്. അങ്ങനെ സമ്പ്രദായം എന്ന ഒരു സങ്കല്പം പ്രധാനപ്പെട്ട അതാണ്. കപടശാസ്ത്രങ്ങളുടെ ഒരു ആണിയാണ് സമ്പ്രദായം എന്ന് പറയും. അതെ, സമ്പാദിക്കുന്നതിനെയാണ് സമ്പ്രദായം എന്ന് വിളിക്കുന്നത്. സമ്പ്രദായത്തിൽ നിന്ന് ഗുരു പറയുന്നത് മാത്രമാണ് ശരി. അതങ്ങനെ തന്നെ ഇതിന് സംസ്കൃതത്തിൽ ശുഖപാഠം എന്നൊരു പ്രയോഗമുണ്ട്. തത്തയും പറഞ്ഞ് പഠിപ്പിക്കാം. ഞാൻ പറയുന്ന അതുപോലെ തത്തയും പറഞ്ഞോളും. ശുഖപാഠം പറയാം. ഇങ്ങനെ തത്ത പഠിക്കുന്നത് പോലെ അത് കേട്ട് പഠിച്ച് അതുപോലെ പറയാൻ മാത്രം അറിയൂ. അപ്പൊ ഇതുകൊണ്ടൊക്കെ ഒന്നുകൂടിയത് ജ്ഞാനികൾ ഇല്ലാതെയാക്കുക, ഞാൻ ഇല്ലാതെയാക്കുക. എനിക്ക് പകരം പാഠി. ഇതാണ് ഇതിന്റെ ബൗദ്ധിക ആധ്യാത്മിക അധപതമാണ്. ബൗദ്ധിക ഈ ദുരന്തമാണ് ലോകത്തിലെ ഈ ദുരന്തം ഉണ്ടായിൽ ഈ ലോകം തന്നെ പറയുന്ന സ്വർഗം ഉണ്ടല്ലോ, സുഖങ്ങളും ആഗ്രഹിക്കുന്നതൊക്കെ മുമ്പിൽ വരിക. അതൊരു പരിധി വരെ വ്യവസ്ഥ ലോകത്തിലുണ്ടായേനെ. വളരെ പരിമിതമായ ആവശ്യങ്ങൾ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ ഉള്ളൂ. ബാക്കി നമ്മുടെ ദുരയാണ്. ദുരയെ തൃപ്തിപ്പെടുത്താൻ ആരെ കൊണ്ടും കഴിയില്ല, ഒന്നിനെ കൊണ്ടും കഴിയില്ല, ഒരു വ്യവസ്ഥയ്ക്കും സാധിക്കില്ല. ആവശ്യങ്ങളുടെ പൂർത്തീകരണം മാത്രമാണ് ആഗ്രഹിക്കേണ്ടത്. ഇതെല്ലാവർക്കും സാധിക്കുമായിരുന്നു ഈ ദുരവസ്ഥ ഉണ്ടായില്ലെങ്കിൽ. എല്ലാവർക്കും അല്പം വിജ്ഞാനവും വിവേകവും ഉണ്ടെങ്കിൽ എല്ലാവരും മാനുഷിക മൂല്യങ്ങളെ, ധാർമ്മിക മൂല്യങ്ങളെ, ആധ്യാത്മിക മൂല്യങ്ങളെ പിന്തുടർന്ന് ജീവിക്കുമെങ്കിൽ ലോകത്തിൽ സമൃദ്ധിയും ശാന്തിയും സമാധാനവും ഉണ്ടായേനെ. അതുണ്ടാകാൻ പാടില്ല എന്ന് നിർബന്ധമുള്ളവരാണ് വിജ്ഞാനവും വിവേകവും ഇല്ലാതെയാക്കി അതിൻ്റെ സ്ഥാനത്തായി വിശ്വാസം, ആചാരം, ഈ സമ്പ്രദായം എന്നൊക്കെ പറയുന്ന അബദ്ധങ്ങള് ഉണ്ടാക്കി വെച്ചു. ഈ ദുരന്തത്തിന്റെ രാജപാതയാണ് ഈ ശ്രദ്ധ എന്ന് പറയുന്ന ഈ വിശ്വാസം. ശാസ്ത്രത്തെ ഗുരുവാക്യ സത്യബുദ്ധിയാവധാരണ സ ശ്രദ്ധ കഥിത സദ്ഭിര്യ വസ്തുപലഭ്യത ശങ്കരാചാര്യരുടെ എന്ന് പറയപ്പെടുന്ന ശ്ലോകമാണ്. ഈ ശ്രദ്ധ കൊണ്ടാണ് വസ്തു ശ്രദ്ധിക്കുന്നത്. വസ്തു എന്ന് പറഞ്ഞാൽ പരമാർത്ഥ വസ്തു, ജഗത്തിന്റെ അഭിന്ന നിമിത്തോപാദാന കാരണത്തെയാണ് ഈ വസ്തു എന്നൊക്കെ വിളിക്കുന്നത്. പല പേരുകൊണ്ടും പറയും. ഉദ്ദേശിക്കുന്ന ജഗത്തിന്റെ അഭിന്ന നിമിത്തോപാദാന കാരണം. അതെങ്ങനെ അറിയുന്നത്? അതിനിതാണെന്ന് പറയും. അപ്പൊ ഈ ശാസ്ത്രങ്ങളെയൊക്കെ വായിച്ചു നോക്കുമ്പോൾ, പഠിച്ചു നോക്കുമ്പോൾ മനസ്സിലാവുന്നത് ഇതെല്ലാം കപടശാസ്ത്രങ്ങളാണ്. അപ്പൊ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഉപനിഷത്തൊക്കെ എങ്ങനെയാണ് വേദാന്തം ഉപനിഷത്തിന്റെ വിരുദ്ധമായ വാദങ്ങളിലേക്ക് പോയിട്ടുള്ളത്. ഉപനിഷത്താണ് പ്രമാണമെന്ന് പറയും, പക്ഷെ അതിന് വിരുദ്ധമായിട്ട് വാദങ്ങൾ ഉന്നയിക്കുകയും ചെയ്യും, വിരുദ്ധമായ നിലപാട് പറയും. ഇതൊരു വലിയ ദുരന്തം എന്ന് ഇതിനെ പറയാനുള്ളൂ. അതിൽ കവിഞ്ഞ് ഇതിനൊരു താല്പര്യമില്ല, യാതൊരു സതുദ്ദേശവും ഇതിന്റെ പിന്നിൽ ഇല്ല എന്ന് തീർച്ചയാണ്. ഇതാണ് ഈ രണ്ട് ചോദ്യങ്ങളെ കുറിച്ച് പറയാനുള്ളത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഈ ന്യായശാസ്ത്രത്തെ
ദർശനം എന്ന് പറയരുത്. ദർശനം നിർവചനം കൊണ്ട് കിട്ടുന്നതാണ്. ദർശനത്തിന്റെ സ്വരൂപം അറിയാൻ വേറെ വഴിയൊന്നുമില്ല. പദാർത്ഥം ചിന്തിച്ചു പോയിട്ട് ഒരു പ്രയോജനവും ഇല്ല. പദാർത്ഥ ചിന്ത നമ്മളെ ആശയക്കുഴപ്പത്തിൽ എത്തിക്കുള്ളൂ. ആ പദാർത്ഥത്തിനോട് യോജിച്ചിരിക്കുന്ന ഒരാശയവും അതിൻ്റെ പിന്നിലില്ല. അതുകൊണ്ട് ദർശനം എന്ന വാക്കിന്റെ അർത്ഥം ആലോചിച്ചിട്ട് ഫലമില്ല. ദർശനം എന്താണെന്ന് ദർശനത്തിന്റെ നിർവചനം കൊണ്ടറിയണം. ജീവേശ്വര ജഗത് ബന്ധമോക്ഷ പ്രതിപാദകം ശാസ്ത്രം ദർശനം എന്ന നിർവചനം കൊണ്ട് ഈ 5 വിഷയങ്ങൾ പ്രതിപാദിക്കുന്ന ശാസ്ത്രമാണ് ദർശനം എന്ന് വരുന്നു. ഈ വിഷയങ്ങൾ പ്രതിപാദിക്കാനല്ല ന്യായശാസ്ത്രം ഉണ്ടായത്. ന്യായശാസ്ത്രം ഉണ്ടായത് പ്രമാണ വിജ്ഞാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. പ്രമാണ വിജ്ഞാനത്തിൻ്റെ കൂടെ ജ്ഞാനയോഗത്തിന് ആവശ്യമായ, ജ്ഞാനയോഗിക്ക് ആവശ്യമായ വേറെ തത്വങ്ങളും വരും. അതിനെല്ലാം കൂടിയാണ് ന്യായശാസ്ത്രം. അപ്പൊ ജ്ഞാനയോഗത്തിന്റെ അടിസ്ഥാന ഗ്രന്ഥമാണ് ന്യായശാസ്ത്രം. അപ്പൊ അത് ദർശനം അല്ല എന്ന് ആദ്യം അറിയണം. അതിനെ ദർശനമെന്ന് വിളിക്കാതിരിക്കണം എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ദർശനമല്ലാത്ത ഒന്നിനെ ബലാത്കാരമായിട്ട് ദർശനമാക്കിയതാണ് വൈശേഷിക ശാസ്ത്രം. പക്ഷെ ദർശനങ്ങളിൽ പെടുത്തിയിരിക്കുന്ന ന്യായവും വൈശേഷികവും വാസ്തവത്തിൽ ദർശനത്തിന്റെ നിർവചനപ്രകാരം ദർശനമല്ല. അതിനെ ദർശനമാക്കാൻ വേണ്ടി ആ ദർശന ലക്ഷണം ഒപ്പിക്കാൻ ഇതിലേക്ക് ചില പ്രക്ഷിതമ്മകൾ ചെയ്തിട്ടുണ്ട്. അതിലില്ലാത്ത ചില സൂത്രങ്ങൾ അങ്ങോട്ട് കയറ്റി. പ്രക്ഷിതമ്മകൾ എല്ലാ ശാസ്ത്രങ്ങളിലും ഉണ്ട്, കാവ്യങ്ങളിലും ഉണ്ട്. ഒരു കാലത്ത് ഇത് പതിവായിരുന്നു എന്ന് തോന്നുന്നു. എന്തെങ്കിലുമോ കുത്തിത്തിരിക്കി വെച്ച് സാഹിത്യത്തെ വികൃതമാക്കി ഇങ്ങനെ പ്രക്ഷേപിക്കുക, ഓരോന്ന് തിരുകുക. അതുപോലെ വൈശേഷികത്തിലും ന്യായത്തിലും ചെയ്തിട്ടുണ്ട്. അതൊക്കെ നമുക്ക് അതത് സ്ഥലത്ത് ചിന്തിക്കാം. അപ്പൊ ന്യായത്തെ ന്യായശാസ്ത്രം എന്നല്ലാതെ ന്യായ ദർശനം എന്ന് പറയാതെ ഇരിക്കുക, അതാണ് ഒന്നാമത്തെ ആവശ്യം. എന്താണ് ന്യായമെന്ന് നോക്കാം. ന്യായം എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? നയിക്കുക എന്നർത്ഥമുള്ള നീ എന്ന ധാതുവിൽ നിന്നാണ് ന്യായം എന്ന വാക്കുണ്ടാകുന്നത്. നീ, നയേ. നീ എന്നും നയ എന്നും 2 രൂപമുണ്ട് ധാതുവിൽ. നയിക്കുക എന്നർത്ഥം, കൊണ്ടുപോവുക, പ്രാപിപ്പിക്കുക എന്നൊക്കെ അർത്ഥം കിട്ടും. അതിൽ നിന്നാണ് ന്യായ എന്ന വാക്ക് ഉണ്ടാകുന്നത്. ഇത് അർത്ഥത്തിലേക്ക് നയിക്കുന്നു എന്നാണ് പദത്തിന്റെ താല്പര്യം. ഭാഷ്യകാരൻ ന്യായശാസ്ത്രത്തെ നിർവചിക്കുന്നത് വാത്സ്യായനൻ എന്നാണ് ഭാഷ്യകാരന്റെ പേര്. ഗൗതമൻ എന്ന സൂത്രകാരന്റെ പേര് പറയുന്നു. വാത്സ്യായനൻ ഭാഷ്യകാരൻ. വാത്സ്യായന ഭാഷ്യത്തിൽ പറയുന്ന നിർവചനം പ്രമാണൈ അർത്ഥപരീക്ഷണം ന്യായ. പ്രമാണങ്ങളെ കൊണ്ട് അർത്ഥത്തെ പരീക്ഷിക്കുന്നതാണ് ന്യായം. ന്യായത്തിൻ്റെ സ്വരൂപം അറിയാൻ ഏറ്റവും പറ്റിയ നിർവചനം ഇതാണ്. പ്രമാണങ്ങളെ കൊണ്ട് അർത്ഥത്തെ പരീക്ഷിക്കുന്നതാണ് ന്യായം. അറിയേണ്ടതിനെ എന്താണോ അറിയേണ്ടത് അതാണ് അർത്ഥം. അതിനെ പ്രമാണങ്ങൾ കൊണ്ട് പരിശോധിച്ച് അത് എങ്ങനെയുള്ളതാണോ അങ്ങനെ അവിപരീതമായിട്ട് യഥാതഥമായിട്ട് അറിയുക, അതിനു വേണ്ടിയുള്ള ശാസ്ത്രമാണ് ന്യായശാസ്ത്രം. അങ്ങനെ അറിയുന്നതിനെയാണ് അർത്ഥപരീക്ഷണം എന്ന് വിളിക്കുന്നത്. ഇങ്ങനെയുള്ള അർത്ഥപരീക്ഷണമാണ് ന്യായം.
ഈ ന്യായശാസ്ത്രത്തിന് ആന്വീക്ഷികി എന്നൊരു പേരുണ്ട്. ആന്വീക്ഷികി, അനു എന്നും ഈക്ഷ എന്നും രണ്ട് പദങ്ങൾ. അനു ഈക്ഷ, അന്വീക്ഷ. അന്വീക്ഷ പ്രയോജനമായത്, അല്ലെങ്കിൽ അന്വീക്ഷയെ ആശ്രയിച്ച് പ്രവർത്തിക്കുന്നത് എന്നർത്ഥത്തിൽ ആന്വീക്ഷികി. അനു എന്നാൽ പിന്നാലെ, ഈക്ഷ നോട്ടം, നോക്കുക, പരീക്ഷിക്കുക എന്നും അർത്ഥം പറയാം. ഇത് ഒരു പ്രമാണം കൊണ്ട് കിട്ടിയ അർത്ഥത്തെ വേറെ പ്രമാണം കൊണ്ട് പരീക്ഷിച്ച് ഈ പ്രമാണം കൊണ്ട് നോക്കിയാലും ഈ അർത്ഥം ശരിയാകുമോ ഇല്ലയോ എന്ന് നോക്കുന്നതിൻ്റെ പേരാണ്. ഒരു പ്രമാണം കൊണ്ട് കിട്ടിയ അർത്ഥത്തെ വേറെ പ്രമാണങ്ങൾ കൊണ്ട് പരീക്ഷിച്ച് എല്ലാ പ്രമാണങ്ങൾ കൊണ്ട് നോക്കിയാലും ഈ അർത്ഥം ശരിയാണ് എന്ന് ഉറപ്പുവരുത്തുക. ഇതാണ് അന്വീക്ഷ എന്ന് പറയുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. പല പ്രമാണങ്ങളെ കൊണ്ടും ഒരേ അർത്ഥത്തെ തന്നെ പരീക്ഷിച്ച് എല്ലാ പ്രമാണങ്ങൾ പ്രകാരവും ഈ അർത്ഥം സാധുവാണ് എന്ന് കിട്ടണം. ഒരു പ്രമാണം കൊണ്ട് ശരിയായ സാധുവായിട്ടും വേറെ പ്രമാണം കൊണ്ട് അസാധുവായിട്ടും കിട്ടിയാൽ ആ അർത്ഥം അസാധുവാണ് എന്ന് തീരുമാനമാകുന്നു. സാധുവായ അർത്ഥം ഏത് പ്രമാണം കൊണ്ട് നോക്കിയാലും സാധുവായിട്ട് തന്നെ ഇരിക്കണം. അതിനാണ് പല പ്രമാണങ്ങൾ കൊണ്ട് പരീക്ഷിക്കുന്നത്. അപ്പൊ ന്യായശാസ്ത്രത്തിന്റെ ഈ പദ്ധതി പല പ്രമാണങ്ങളെ കൊണ്ട് ഒരേ അർത്ഥത്തെ തന്നെ പരീക്ഷിക്കുക എന്നത് ഇത് വളരെ മനസ്സ് വെച്ച് പഠിക്കേണ്ട ഒന്നാണ്. ഏതെങ്കിലും ഒരു വിഷയത്തെ ഒരു പ്രമാണം കൊണ്ട് മാത്രം അറിഞ്ഞാൽ പോരാ. ഒരു പ്രമാണം കൊണ്ട് മാത്രമേ ഒരു വിഷയം അറിയാൻ കഴിയുള്ളൂ, അല്ലെങ്കിൽ ഒരർത്ഥം അറിയാൻ കഴിയുള്ളൂ എന്ന് പറഞ്ഞാൽ ആ അർത്ഥം തെറ്റാണോ ശരിയാണോ എന്ന് നോക്കാൻ പിന്നെ വഴിയില്ല. കാരണം വേറെ പ്രമാണങ്ങളെ കൊണ്ടൊന്നും അർത്ഥം കണ്ടില്ല, അതിൽ വേറെ പ്രമാണങ്ങൾ പ്രവർത്തിക്കുന്നില്ല. ഒരു പ്രമാണം മാത്രമേ പ്രവർത്തിക്കുന്നുള്ളൂ എങ്കിൽ അപ്പൊ അർത്ഥം തെറ്റോ ശരിയോ എന്ന് അറിയാൻ പറ്റില്ല. തെറ്റോ ശരിയോ എന്ന് പരീക്ഷിച്ചറിയാൻ പറ്റില്ല എന്ന് വന്നാൽ പിന്നെ അത് തെറ്റാണെന്നോ ശരിയാണെന്നോ പറയുന്നത് രണ്ടും വിശ്വാസം മാത്രമാണ്, ഒന്നും അറിവല്ല. ഇത് ശരിയാണെന്ന് പറയുന്നതും അറിവല്ല, അത് തെറ്റാണെന്ന് പറയുന്നതും അറിവല്ല. ഇത് രണ്ടും വിശ്വാസമാണ്. വിശ്വാസം എന്നാൽ അന്ധവിശ്വാസവുമാണ്. ഒരു പ്രമാണം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ നമ്മൾ അറിവിലല്ല ചെന്നുപെടുന്നത്, അന്ധവിശ്വാസത്തിലാണ്. അതുകൊണ്ടാണ് ന്യായശാസ്ത്രം ഒരു പ്രമാണം കൊണ്ട് അറിഞ്ഞതിനെ മറ്റെല്ലാ പ്രമാണങ്ങളെ കൊണ്ടും പരീക്ഷിക്കണം. എല്ലാ പ്രമാണങ്ങൾക്കും അനുസരിച്ച് ഈ അർത്ഥം ശരിയാണ് എന്ന് കിട്ടണം. ഇതാണ് ന്യായത്തിന്റെ പദ്ധതി. അപ്പൊ ന്യായശാസ്ത്രം ഈ നിലയ്ക്കാണ് പ്രമാണത്തെ സമീപിക്കുന്നത്. അപ്പോ ഒരു പ്രമേയത്തിൽ പ്രമാണങ്ങൾക്കുള്ള സംഗതി ഏത് പ്രകാരത്തിലാണ്? പ്രമാണ സംഗതി നിരൂപണം. പ്രമാണങ്ങളുടെ സംഗതി സമ്യക്കായ ഗതി വഴി പോലെ ചെന്ന് ചേരണം. എല്ലാ പ്രമാണങ്ങളും ഒരു പ്രമേയത്തിൽ വഴി പോലെ ചെന്ന് ചേരുമോ? എല്ലാ പ്രമാണങ്ങൾക്കും ഒരു പ്രമേയത്തിൽ സംഗതി ഉണ്ടോ ഇല്ലയോ? ഇതാണ് ചിന്ത. പല പ്രമാണങ്ങൾക്ക് ഒരു പ്രമേയത്തിൽ സംഗതി ഉണ്ട് എങ്കിൽ അതിനെ അഭിസംപ്ലവം എന്ന് വിളിക്കുന്നു. അഭിസംപ്ലവം, പ്രമാണങ്ങളുടെ അഭിസംപ്ലവം. പല പ്രമാണങ്ങൾ ഒരേ പ്രമേയത്തെ അറിയാൻ ഉപകരിക്കുന്നു. പല പ്രമാണങ്ങൾ ഒരേ പ്രമേയത്തിൽ സംഗതങ്ങൾ ആയിരിക്കുന്നു. ഇതാണ് അഭിസംപ്ലവം.
ഇതിന്റെ വിപരീതമായിട്ടുള്ള അവസ്ഥയാണ് വ്യവസ്ഥിതി. പ്രമാണം പ്രമേയത്തിൽ വ്യവസ്ഥിതം ആയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ പ്രമാണം മാത്രമേ ആ പ്രമേയത്തിൽ പ്രവർത്തിക്കുള്ളൂ, വേറെ പ്രമേയങ്ങളൊന്നും പ്രവർത്തിക്കില്ല. അങ്ങനെ അഭിസംഭവം എന്നും വ്യവസ്ഥിതി എന്നും രണ്ട് അവസ്ഥകൾ. അഭി എന്നും സം എന്നും രണ്ട് ഉപസർഗങ്ങളോട് കൂടിയ പ്ലുങ് എന്ന ധാതുവിൽ നിന്നാണ് അഭിസംപ്ലവ എന്ന വാക്കുണ്ടാകുന്നത്. പ്ലുങ് ഗതവും എന്ന ധാതു. വ്യത്യർത്ഥകങ്ങളായ എല്ലാ ധാതുക്കൾക്കും ജ്ഞാനാർത്ഥവും ഉണ്ട്, അറിയുക എന്നും അർത്ഥമുണ്ട്. പ്ലുങ് ധാതുവിനൂടെ അറിയുക എന്ന അർത്ഥം എടുക്കാം. പ്രമാണങ്ങൾ പ്രമേയത്തിൽ അഭിസംപ്ലവിക്കുന്നു എന്ന് പറഞ്ഞാൽ എല്ലാ പ്രമാണങ്ങൾക്കും ഒരേ പ്രമേയത്തിൽ സംഗതി ഉണ്ട്. എല്ലാ പ്രമാണങ്ങളെ കൊണ്ടും ഈ പ്രമേയത്തെ വഴി പോലെ അറിയാം എന്നർത്ഥം. ഉദാഹരണത്തിന് പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന ആള് ആ പർവ്വതത്തിൽ തീയുണ്ട് എന്ന് പറഞ്ഞാൽ താഴെയിരിക്കുന്ന തീ കണ്ടിട്ടില്ലാത്ത തീ ഉണ്ട് എന്നറിയാൻ ഒരു വഴിയും ഇല്ലാതെ പർവ്വതത്തിന്റെ ചുവട്ടിലിരിക്കുന്ന ആളുകൾക്ക് ഈ ആളുടെ വാക്യത്തിൽ നിന്ന് പർവ്വതത്തിൽ തീയുണ്ട് എന്നറിയാൻ കഴിയും. അങ്ങനെ അറിയുന്നതിനെ ശബ്ദപ്രമാണം എന്ന് വിളിക്കും. ഞാൻ പറയുന്ന ആളുടെ വാക്യമാണ് അവിടെ പ്രമാണം. തീ കാണാത്ത ആളുകൾ കണ്ടിട്ട് ഇറങ്ങി വരുന്ന ആളുടെ വാക്യം കൊണ്ട് പർവ്വതത്തിൽ തീയുണ്ട് എന്ന് അറിയുന്നു. ഇനി തീ കാണാതെ ഇരിക്കുന്ന ആളുകൾക്ക് പർവ്വതത്തിൽ പുക കണ്ടിട്ട് പുകയുള്ളിടത്തൊക്കെ തീയും ഉണ്ട് എന്ന പൂർവജ്ഞാനം വെച്ചിട്ട് പർവ്വതത്തിൽ പുകയുള്ളത് കൊണ്ട് തീയും ഉണ്ട് എന്ന് ഈ തീയെ അനുമിക്കാം. പ്രത്യക്ഷമല്ലാത്ത തീയിനെ അനുമാനം കൊണ്ട് അറിയാം. അപ്പൊ ശബ്ദപ്രമാണത്തിന് സംഗതിയുണ്ട്, അനുമാന പ്രമാണത്തിനും സംഗതിയുണ്ട്. ഇനി പർവ്വതത്തിൽ കയറി നോക്കി അവിടെ തീ ഉണ്ടോ ഇല്ലയോ എന്ന് പ്രത്യക്ഷത്തിൽ കണ്ടും അറിയാം. അപ്പൊ പ്രത്യക്ഷ പ്രമാണത്തിനും സംഗതിയുണ്ട്. ഇങ്ങനെ പ്രത്യക്ഷം, അനുമാനം, ശബ്ദം എന്ന മൂന്ന് പ്രമാണങ്ങൾ പർവ്വതത്തിൽ തീയുണ്ട് എന്ന ഒരർത്ഥത്തിൽ അഭിസംപ്ലവിക്കുന്നു. ഒരു പ്രമാണം കൊണ്ട് അറിഞ്ഞതിനെ മറ്റേ രണ്ട് പ്രമാണം കൊണ്ടും പരീക്ഷിച്ച് ഇതിങ്ങനെ തന്നെയാണ് എന്ന് ഉറപ്പുവരുത്താൻ സാധിക്കും. അങ്ങനെ ഉറപ്പുവരുത്താൻ കഴിയാഞ്ഞാലത്തെ അവസ്ഥയാണ് വ്യവസ്ഥിതിയിൽ ഉണ്ടാവുന്നത്. അവിടെ ഒരു പ്രമാണം മാത്രമേ ഉള്ളൂ. വി എന്നും അവ എന്നും രണ്ട് ഉപസർഗങ്ങളോട് കൂടിയ ഷ്ഠാഗതി നിവൃത്തവും എന്ന ധാതുവിൽ നിന്നുണ്ടാകുന്നതാണ് ഈ പദം. വ്യവസ്ഥ ഷ്ഠ ഗതി നിവൃത്തവും, ഗതി പോക്ക്, നിവൃത്തി ഇല്ലാതെയാവല്, ഗതിയിൽ നിന്ന് നിവർത്തിക്കുക, നിൽക്കുക എന്നർത്ഥം. അങ്ങനെ ഉള്ള അവസ്ഥിതി അല്ലെങ്കിൽ വ്യവസ്ഥിതി. ഈ വ്യവസ്ഥിതി ഉദാഹരണം വേദത്തില് യജേത സ്വർഗകാമ എന്ന് വിധി. സ്വർഗകാമ യജേത, സ്വർഗം കാമിക്കുന്നവൻ, സ്വർഗം വേണമെന്നുള്ളവൻ, യജേത യാഗം ചെയ്യണം. വേദത്തിലെ വിധിയാണ്. ഈ വിധി കൊണ്ട് അറിഞ്ഞുകൂടാത്ത അർത്ഥം അറിയുന്നു. വിധിയുടെ നിർവചനം തന്നെ അതാണ്.
അജ്ഞാത അർത്ഥജ്ഞാപകോ വേദഭാഗോ വിധി. അജ്ഞാത അർത്ഥജ്ഞാപക, അജ്ഞാതമായ അറിയപ്പെടാത്ത അർത്ഥത്തിന്റെ ജ്ഞാപകം, അർത്ഥത്തെ അറിയിക്കുന്നത്. അങ്ങനെയുള്ള വേദഭാഗം വിധി. അറിഞ്ഞുകൂടാത്ത അർത്ഥത്തെ അറിയിക്കുന്ന വേദഭാഗമാണ് വിധി. വിധിയുടെ നിർവചനം. ഈ യജേത സ്വർഗകാമ എന്ന വാക്യം കൊണ്ട് സ്വർഗം ഉണ്ട് എന്നറിയുന്നു. ആ സ്വർഗത്തിന്റെ സാധനം യാഗമാണ് എന്നും അറിയുന്നു. അപ്പൊ സ്വർഗം ഉണ്ട്. ആ സ്വർഗം കിട്ടാൻ യാഗം ചെയ്താൽ മതി. യാഗം ചെയ്താൽ അത് കിട്ടും. ഈ രണ്ടർത്ഥങ്ങളും ഈ വാക്യം കൊണ്ടാണ് കിട്ടുന്നത്. സ്വർഗമുണ്ട് എന്നതിനും യാഗം സ്വർഗത്തിന്റെ സാധനമാണ് എന്നതിനും യജേത സ്വർഗകാമ എന്ന വേദവിധി മാത്രമാണ് പ്രമാണം. വേറെ ഒരു പ്രമാണവും ഇല്ല. ഇതിന് പ്രത്യക്ഷമില്ല, ഇതിന് അനുമാനവും ഇല്ല. ഈ ശബ്ദം മാത്രമാണ് പ്രമാണം. ഇത് തെറ്റോ ശരിയോ എന്ന് തീരുമാനിക്കാൻ വഴിയൊന്നുമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ വിശ്വസിക്കാം, വേണ്ടെങ്കിൽ വിശ്വസിക്കാതിരിക്കാം, അത്ര മാത്രമേ ഉള്ളൂ. ഒരു വാക്യമുള്ളത് കൊണ്ട് അതിൻ്റെ അർത്ഥം ശരിയാവണമെന്നില്ലല്ലോ. ശരിയായ അർത്ഥം, സാധുവായ അർത്ഥമുള്ള വാക്യങ്ങളുണ്ട്, അസാധുവായ അർത്ഥമുള്ള വാക്യങ്ങളുമുണ്ട്. വാക്യാർത്ഥത്തിന് എപ്പോഴും സാധുവോ അസാധുവോ ആകാം. വാക്യാർത്ഥത്തിന്റെ സാധുത്വം തെളിയിക്കാൻ വേറെ പ്രമാണങ്ങൾ കൊണ്ട് മാത്രമേ സാധിക്കൂ. അതുകൊണ്ട് ഈ വേദവാക്യം വാസ്തവത്തിൽ ഒരു ജ്ഞാനത്തെയും ഉത്പാദിപ്പിക്കുന്നില്ല. ഒരു താല്പര്യം പറഞ്ഞു, ഒരർത്ഥം പറഞ്ഞു, സ്വർഗമുണ്ട്, അതിൻ്റെ സാധനം യാഗമാണ്. അത് ശരിയാവാം, അത് തുണയാവാം. രണ്ടിലേതാണെന്ന് തീരുമാനിക്കാൻ വഴിയില്ല. ഇതാണ് വ്യവസ്ഥിതി. ഈ വേദവാക്യം, യജേത സ്വർഗകാമ എന്ന വാക്യം ശബ്ദപ്രമാണം ഈ സ്വർഗത്തിലും സ്വർഗസാധനത്തിലും ഈ രണ്ട് പ്രമേയങ്ങളിൽ വ്യവസ്ഥിതം. ഈ അർത്ഥത്തിൽ അഭിസംപ്ലവമില്ല. വേറെ ഒരു പ്രമാണത്തിനും അവിടെ സംഗതിയില്ല. ഇതാണ് വ്യവസ്ഥിതിയുടെ ഉദാഹരണം. അപ്പോൾ വാക്യാർത്ഥം തെറ്റോ ശരിയോ എന്ന് ഒരിക്കലും നിശ്ചയം വരികയില്ല. അങ്ങനെ നിശ്ചയം വരാത്തത് കൊണ്ട് വേദം തെറ്റാവില്ല എന്ന് നേരത്തെ തന്നെ തീരുമാനിച്ചിരിക്കുന്നു. വേദത്തിലെ എല്ലാ വാക്യങ്ങളും പ്രമാണവാക്യങ്ങളാണ്. പ്രമാണമല്ലാത്ത വാക്യം വേദത്തിലില്ല എന്ന് ആദ്യം തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. ഈ തീരുമാനപ്രകാരമാണ് വേദം പഠിക്കുന്നത്. അന്ധവിശ്വാസത്തിൽ അധിഷ്ഠിതമാണ് വേദം, വേദപഠനം, വേദ ആചരണം. ഇതൊക്കെ വിശ്വാസമല്ലാതെ വേറൊന്നുമില്ല. അത് വിശ്വസിക്കാത്തവര് തല്ലി കളയും, അത്രേ ഉള്ളൂ. പ്രമാണബുദ്ധിയുള്ളവർക്ക് ഈ വേദവാക്യങ്ങളെ അംഗീകരിക്കാൻ പറ്റില്ല. പ്രമാണബുദ്ധി ഇല്ലാതെ ആകണം ആദ്യം. പ്രമാണബുദ്ധി ഇല്ലാതെയാക്കാനാണ് ഈ ശ്രദ്ധ എന്ന ആശയം കൊണ്ടുവരണം. വലിയ മൂല്യമായിട്ടും പറയും. ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം എന്നൊക്കെ പറയും. ശ്രദ്ധയുള്ളവന് ജ്ഞാനം ഉണ്ടാവും. അങ്ങനെ ഉണ്ടാവും. ശ്രദ്ധയുള്ളവൻ അന്ധവിശ്വാസം ഉണ്ടാവുമെന്നല്ലാതെ ജ്ഞാനം ഉണ്ടാകാൻ ഒരു വഴിയുമില്ല. ശ്രദ്ധ കൊണ്ട് ജ്ഞാനം ഉണ്ടാവില്ല. പക്ഷെ ഉണ്ടാകുമെന്ന് വാദിച്ച് കൊണ്ടുവരുന്നു. വേദാന്തികൾ പറയും ജ്ഞാനം യുക്തിമൂലകം എന്നും ശ്രദ്ധാമൂലകം എന്നും രണ്ടു വിധമുണ്ട്. യുക്തിമൂലകമായിട്ട് ജ്ഞാനമുണ്ട്, ശ്രദ്ധാമൂലകമായിട്ടും ജ്ഞാനമുണ്ട്.
അങ്ങനെയുണ്ടോ? ശ്രദ്ധാമൂലകമായിട്ട് ജ്ഞാനമുണ്ടോ? ശ്രദ്ധാമൂലകമായിട്ട് ഇങ്ങനെ ജ്ഞാനമുണ്ടോ? യുക്തിമൂലകമായിട്ട് മാത്രമേ ജ്ഞാനം ഉള്ളൂ. ജ്ഞാനത്തിലേക്ക് ഒരു വഴിയേ ഉള്ളൂ, ആ വഴിയാണ് യുക്തി. ശ്രദ്ധ കൊണ്ട് ഒരു ജ്ഞാനവും ഉണ്ടാവില്ല, അത് അന്ധവിശ്വാസത്തിൽ മാത്രമേ എത്തിയുള്ളൂ. ഒരു വലിയ വ്യവസായം ഇങ്ങനെ നമ്മുടെ നാട്ടിൽ നടക്കുന്നു. ശ്രദ്ധാമൂലകമായ ജ്ഞാനമുണ്ട്, ശ്രദ്ധ ഉത്തമമായ മൂല്യം. ശ്രദ്ധ കൊണ്ട് ജ്ഞാനം ഉണ്ടാവും. വാസ്തവത്തിൽ പ്രമാണങ്ങളുടെ അഭിസംപ്ലവം വിജ്ഞാന സമ്മതമാണ്. പ്രമാണത്തിന്റെ വ്യവസ്ഥിതി വിജ്ഞാന വിരുദ്ധമാണ്. അറിവിന് വിരുദ്ധമാണ് ഈ വ്യവസ്ഥിതി. പ്രമാണങ്ങൾക്ക് എവിടെ അഭിസംപ്ലവം പറയുന്നുവോ അത് മാത്രം സച്ഛാസ്ത്രം, എവിടെ വ്യവസ്ഥിതി പറയുന്നുവോ അത് കപടശാസ്ത്രം എന്ന് തീരുമാനിക്കാം. ശബ്ദപ്രമാണത്തിന്റെ കാര്യം പറഞ്ഞതുപോലെയാണ്. ഏത് ശാസ്ത്രങ്ങളിൽ ശബ്ദം പരമപ്രമാണമാണ് എന്ന് പറയുന്നുവോ ആ ശാസ്ത്രം കപടശാസ്ത്രം. ഏത് ശാസ്ത്രങ്ങളിൽ ശബ്ദം പരമപ്രമാണമല്ല, ആവില്ല എന്ന് പറയുന്നുവോ അത് സച്ഛാസ്ത്രം. അതുപോലെ തന്നെയാണ് പ്രമാണങ്ങളുടെ അഭിസംപ്ലവവും വ്യവസ്ഥിതിയും. അഭിസംപ്ലവം പറയുന്നത് സച്ഛാസ്ത്രവും വ്യവസ്ഥിതി പറയുന്നത് കപടശാസ്ത്രവും ആണ്. എങ്ങനെ പ്രമാണസംഗതി എന്ന തത്വം ന്യായശാസ്ത്രത്തിന്റെ മഹത്വം ആണ് എന്ന് വിചാരിക്കുന്നത്. ഈ ന്യായശാസ്ത്രം പ്രമാണങ്ങളുടെ ശാസ്ത്രമാണ് എന്ന് പറയും. പ്രമാണങ്ങൾ കൊണ്ട് മാത്രമാണ് പ്രമ സിദ്ധിക്കുന്നത്. പ്രമ യഥാർത്ഥ ജ്ഞാനം, അത് പ്രമാണം കൊണ്ട് മാത്രമേ സിദ്ധിക്കുകയുള്ളൂ. പ്രമയുടെ കരണമാണ് പ്രമാണം. ആ പ്രമാകരണങ്ങളുടെ ശാസ്ത്രമാണ് ന്യായശാസ്ത്രം. പ്രമാണങ്ങൾക്ക് പുറമെ വേറെ ചില തത്വങ്ങളും ഇതിൻ്റെ ഉണ്ട്. ജ്ഞാനയോഗത്തിന്റെ അവയവങ്ങളായ തത്വങ്ങൾ, ഇതെല്ലാം കൂടി 16 പദാർത്ഥങ്ങളാണ് ന്യായശാസ്ത്രത്തിൽ ചർച്ച ചെയ്യുന്നത്. ഷോഡശ പദാർത്ഥങ്ങൾ. ഷോഡശ പദാർത്ഥ വിജ്ഞാനമാണ് ന്യായശാസ്ത്രം. ഈ ഷോഡശ പദാർത്ഥങ്ങളാണ് ശാസ്ത്രങ്ങൾക്കൊക്കെയും അടിസ്ഥാനം. ഈ 16 പദാർത്ഥങ്ങളെ കൂടാതെ ഒരു ശാസ്ത്രത്തിനും പ്രവർത്തിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ശാസ്ത്രങ്ങളുടെ വിളക്കാണ് ന്യായശാസ്ത്രം എന്ന് പറയും. വെളിച്ചം കാണാനുള്ള വിളക്ക്. എല്ലാ ശാസ്ത്രങ്ങൾക്കും വെളിച്ചം കൊടുക്കുന്നത്, ശാസ്ത്രങ്ങളിലേക്ക് വെളിച്ചം വീശുന്നത് ന്യായശാസ്ത്രമാണ് എന്നർത്ഥം. വേറെയും പല മഹത്വങ്ങളും അതിന് ഉണ്ട്. ഇങ്ങനെയുള്ള ന്യായശാസ്ത്രത്തെ വിധത്തിൽ കരുതിച്ചിരിക്കുന്നു. പ്രതീപ സർവവിജ്ഞാനാം ഉപായ സർവകർമ്മണാം ആശ്രയ സർവധർമാണാം വിദ്യോദ്ദേശേ പ്രകീർത്തിത. പ്രദീപ സർവവിജ്ഞാനാം, സർവവിജ്ഞാനാം പ്രദീപ, എല്ലാ വിദ്യകൾക്കും വിളക്കായിട്ടുള്ളത്. എങ്ങനെയാണ് വിളക്കാവുന്നത്? പ്രമാണാദി വിജ്ഞാനം വഴിയാണ് ന്യായശാസ്ത്രം എല്ലാ വിദ്യകൾക്കും വിളക്കാകുന്നത്. പിന്നെ സർവകർമ്മണാം ഉപായ, എല്ലാ കർമ്മങ്ങൾക്കും ഉപായം ആയത്, നിറപദാർത്ഥങ്ങളുടെയും
യഥാർത്ഥ ജ്ഞാനത്തെ ന്യായശാസ്ത്രം ഉത്പാദിപ്പിക്കുന്നു. ന്യായശാസ്ത്രം കൊണ്ടാണ് എല്ലാ ജ്ഞാനങ്ങളെയും സമ്പാദിക്കുന്നത്. അങ്ങനെ ജ്ഞാനം സമ്പാദിക്കുമ്പോൾ യഥാർത്ഥ ജ്ഞാനത്തിൽ നിന്ന് ശരിയായ കർമ്മം ഉണ്ടാകും. വിപരീത ജ്ഞാനത്തിൽ നിന്ന് വിപരീതമായ കർമ്മം ഉണ്ടാകും. സുഖത്തിന് വേണ്ടിയാണ് കർമ്മം എന്ന് പറയും. ആ സുഖം കിട്ടാൻ എന്തുകൊണ്ടാണ് ജ്ഞാനം ആവശ്യമായിരിക്കുന്നത്? ദുഃഖം ഒഴിവാക്കിക്കൊണ്ട് സുഖം കിട്ടുന്നതൊക്കെ വേണം പ്രവർത്തിക്കാൻ സാധിക്കുന്നു. ഇത് പ്രവൃത്തി സാമർഥ്യം ആകണമെങ്കിൽ അവ ജഗത്തിന് അനുകൂലമാകണം. ഒരു വശത്ത് ഉത്ക്രാന്തിക്ക് അനുകൂലമാകും. ജഗത്ത് തന്നെ ഉത്ക്രാന്തിയാണ്. ക്രാന്തി എന്ന് പറഞ്ഞ വാസ്തവത്തിൽ ജഗത്തും കൂടി ഉൾപ്പെടും. ഉത്ക്രാന്തിക്ക് അനുകൂലമാകണം ഓരോ കർത്താവിൻ്റെയും ഓരോ കർമ്മവും. ഈ ഉത്ക്രാന്തിക്ക് സംസാരം എന്ന പണ്ട് പേരുണ്ടായിരുന്നു. പണ്ടുണ്ടായിരുന്നു എന്ന് പറയാൻ കാരണം പിന്നീട് ആ വാക്കിനെ അർത്ഥത്തിൽ നിന്നും മാറ്റി ഉത്ക്രാന്തി എന്ന അർത്ഥത്തിൽ നിന്ന് സംസാരം എന്ന വാക്കിനെ മാറ്റി ആ വാക്കിന് ജനന മരണ ചക്രം എന്ന് പേര് കൊടുത്തു. ജനിക്കുക, മരിക്കുക, പിന്നെയും ജനിക്കുക, പിന്നെയും മരിക്കുക, ഇങ്ങനെ അവസാനമില്ലാത്ത ജനന മരണങ്ങൾ. ഇതാണത്ര സംസാരം. എന്നിട്ട് ഈ സംസാരം അറുതിയാകാൻ വേണ്ടി ആണ് നമ്മൾ പ്രയത്നിക്കേണ്ടത്. അതിനാണ് ഈ ശാസ്ത്രങ്ങളൊക്കെ. അറിവുണ്ടാകാൻ എന്തിനാണ് അറിവ്? അത് ജന്മമില്ല ഉണ്ടാക്കാൻ. ജന്മമില്ലാതെയായാൽ സുഖം. ജന്മമില്ലെങ്കിൽ ദുഃഖമില്ല. ജന്മമാണ് ദുഃഖത്തിന്റെ കാരണം. ഇങ്ങനെ വാക്കിന്റെ അർത്ഥം മാറ്റി. ഇപ്പൊ സംസാരം എന്ന് കേട്ടാൽ ഈ ജനന മരണ ചക്രം എന്നല്ലാതെ ഉത്ക്രാന്തി എന്ന അർത്ഥം ആർക്കും തോന്നില്ല. എവല്യൂഷൻ എന്ന അർത്ഥം തോന്നില്ല. വാസ്തവത്തിൽ സംസാരം എന്ന വാക്ക് ഉത്ക്രാന്തി എന്ന അർത്ഥത്തിലാണ് പ്രാചീന വിജ്ഞാനത്തിൽ ഉണ്ടായിരുന്നത്. ആ വിജ്ഞാനം അന്യാധീനപ്പെട്ടു പോയപ്പോൾ വാക്കും അന്യാധീനപ്പെട്ടു. സമ്യക്കാവണ്ണം സരിക്കുന്നത്, സരിക്കാൻ വെച്ചാൽ പോവുക, മുമ്പോട്ട് പോവുക, വഴി പോലെ മുന്നേറിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് സംസാരം എന്ന വാക്കിന്റെ അർത്ഥം. ഇത് എവല്യൂഷന്റെ പേരാണ്. ഈ സംസാരത്തിന് അനുഗുണമായിട്ട് വേണം നമ്മുടെ കർമ്മങ്ങൾ. അതിന് വിപരീതമാകാൻ പാടില്ല. കാരണം ഉത്ക്രാന്തിയിലെ സുഖമുള്ളൂ, അപക്രാന്തി ദുഃഖമാണ്. ഇനി അപക്രാന്തി ഇല്ല, ഉത്ക്രാന്തിയും ഇല്ല, നിന്നിടത്ത് തന്നെ നിൽക്കുകയാണെങ്കിൽ അപ്പൊ സുഖം വർദ്ധിക്കാൻ വകയില്ല. ഉത്ക്രാന്തി ഉണ്ടായാൽ മാത്രമേ നമുക്ക് ഇപ്പോൾ ഉള്ളതിൽ കവിഞ്ഞ സുഖം ഉണ്ടാവൂ. സുഖത്തിന് ഉത്ക്രാന്തി കൂടിയേ തീരും. ഉത്ക്രാന്തി ഉണ്ടാകണമെങ്കിൽ ഉത്ക്രാന്തിക്ക് അനുകൂലമായ വിധത്തിൽ നമ്മൾ ജീവിക്കണം. ഉത്ക്രാന്തിക്ക് അനുകൂലമായിട്ട് ചിന്തിക്കണം. ഉത്ക്രാന്തിക്ക് അനുകൂലമായത് അറിയണം. ഉത്ക്രാന്തിക്ക് അനുകൂലമായ കർമ്മം ചെയ്യണം. ജ്ഞാനകർമ്മങ്ങളിൽ കൂടിയാണ് ഉത്ക്രാന്തി. അപ്പൊ സമ്യജ്ഞാനവും സത്കർമ്മവും ആർക്കുണ്ടോ അവർക്ക് മാത്രമേ ഉത്ക്രാന്തി ഉള്ളൂ. അങ്ങനെ ഉത്ക്രമിക്കാൻ ഉതകുമാറ് കർമ്മം ചെയ്യുക.
അതാണ് ഉത്ക്രാന്തിക്ക് അനുകൂലമായ കർമ്മം. ഉത്ക്രാന്തിക്ക് അനുകൂലമായ കർമ്മത്തെ സഞ്ചാരം എന്ന് വിളിക്കുന്നു. സമ്യക് ചരതി ഇതി സഞ്ചാര. സമ്യക്കാവണ്ണം ചരിക്കുന്നു, വഴി പോലെ പോകുന്നു. സംസാരത്തിന്റെ അർത്ഥം തന്നെയാണല്ലോ, വഴി പോലെ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ ഓരോ വ്യക്തിയും ചെയ്യുന്ന ഓരോ കർമ്മവും അത് വഴി പോലെ പോകണം, വഴി പിഴച്ചു പോകരുത്. ജഗത്തിലെ എല്ലാ ബോധശക്തി ദ്രവ്യത്രയാത്മക സംയുക്തങ്ങളോടും വഴി പോലെ ചെന്ന് ചേർന്ന് അതിനോടൊക്കെ വഴി പോലെ പ്രതിപ്രവർത്തിച്ച് അഭീഷ്ട ഫലത്തെ ഉണ്ടാക്കി തരണം. അപ്പൊ നമുക്ക് സുഖം കിട്ടാൻ സാധിക്കുള്ളൂ. അപ്പോഴേ നമുക്ക് ഉത്ക്രാന്തി ഉണ്ടാവും. ഇങ്ങനെ സഞ്ചാരം ക്രാന്തിക്ക് അനുകൂലമായ കർമ്മം. വിപരീതമായിട്ടുള്ള കർമ്മമുണ്ട്. എന്തിനെങ്കിലും എതിരായിട്ട് വരുന്ന കർമ്മം. ക്രാന്തിക്ക് മാത്രമാണെന്നില്ല, എന്തിനെതിരായിട്ട് വന്നാലും എതിരായി വരുന്ന കർമ്മത്തെ ആഭിചാരം എന്ന് വിളിക്കുന്നു. ആഭിചര, എതിരായിട്ട് ചെല്ലുക എന്നർത്ഥം. ഇത് എതിരായിട്ട് വരുന്ന കർമ്മത്തിന്റെ പേര്. തന്റെ ശ്രേയസ്സിനെതിരായിട്ട് വരാം, അന്യന്റെ ശ്രേയസ്സിനെതിരായിട്ട് വരാം, ലോകത്തിനെതിരായിട്ട് വരാം, ധർമ്മത്തിനെതിരായിട്ട് വരാം, സത്യത്തിനെതിരായിട്ട് വരാം, എന്തിനെങ്കിലും എതിരായിട്ട് വരും. അങ്ങനെ വരുന്ന കർമ്മങ്ങൾക്കാണ് ആഭിചാരം എന്ന് പേര്. എതിരാകൽ മാത്രമല്ല, അത് വല്ലതിൻ്റെയും സ്വഭാവത്തെ ദുഷിപ്പിക്കുന്നു, അതിൻ്റെ ധർമ്മങ്ങളെ തന്നെ മാറ്റിക്കളയുന്നു. പ്രകൃതിയിലുള്ള എന്തിൻ്റെയെങ്കിലും, നൈസർഗികമായ എന്തിൻ്റെയെങ്കിലും സ്വഭാവത്തെ മാറ്റുന്നു, അതിൻ്റെ ധർമ്മങ്ങളെ മാറ്റിക്കളയുന്നു. അങ്ങനെയായാൽ ആ കർമ്മത്തെ വ്യഭിചാരം എന്ന് വിളിക്കുന്നു. അഭി എന്ന രണ്ട് ധാതുക്കളോട് കൂടിയ ചരധാതു, വ്യഭിചര. ഇതൊരു വസ്തുവിന്റെ ധർമ്മം തന്നെ മാറ്റിക്കളയുന്ന കർമ്മത്തിന്റെ പേരാണ്. ഇത് വേറൊരു തര കർമ്മമാണ് വ്യഭിചാരം എന്ന കർമ്മം. ഇങ്ങനെ സംസാരം, സഞ്ചാരം, ആഭിചാരം, വ്യഭിചാരം എന്ന് 4 വിധമാണ് വ്യാപാരങ്ങൾ. ഈ 4 വ്യാപാരങ്ങളിൽ വ്യഭിചാരവും ആഭിചാരവും ആകാതെ കർമ്മങ്ങളെല്ലാം സഞ്ചാരം ആയിരിക്കണം. എല്ലാ കർമ്മങ്ങളും സഞ്ചാരമായിരിക്കാനുള്ള വെളിച്ചം നമ്മുടെ അകത്തുണ്ടാകണം. അറിവാണ് വെളിച്ചം. കർമ്മങ്ങളെ സഞ്ചാരം ആക്കാനുള്ള ജ്ഞാനം നമ്മളിൽ ഉണ്ടാകണം, ശീലം ഉണ്ടാകണം. അങ്ങനെയായാൽ മാത്രമേ നമുക്ക് സുഖം വരുള്ളൂ. അപ്പൊ ജ്ഞാനത്തിൽ എല്ലാ കർമ്മങ്ങളും ജ്ഞാനത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത്. അപ്പൊ ശരിയായ ജ്ഞാനം ഉണ്ടാകണം. ശരിയായ ജ്ഞാനം ഉണ്ടാകണമെങ്കിൽ പ്രമാണം ശരിയാവണം. ഇങ്ങനെ കർമ്മങ്ങളെല്ലാം വ്യഭിചാരമോ ആഭിചാരമോ ആകാതെ സഞ്ചാരമായിരിക്കണം എങ്കിൽ അതിന് ജ്ഞാനം വേണം, ജ്ഞാനത്തിന് പ്രമാണം വേണം. അപ്പോൾ ന്യായശാസ്ത്രമാണ്. അതുകൊണ്ട് ഈ ന്യായശാസ്ത്രം എല്ലാ കർമ്മങ്ങൾക്കും ഉപായമാണ് എന്ന് പറയുന്നു. ഉപായ സർവകർമ്മണാം. ഇനി ആശ്രയ സർവധർമാണാം. എല്ലാ ധർമ്മങ്ങൾക്കും ആശ്രയം ആയിട്ടുള്ളത്, ധരിക്കുന്നത് ധർമ്മം. ധരിക്കാൻ വെച്ചാൽ നിലനിർത്തുക. എന്താണോ നിലനിർത്തുന്നത് അതാണ് ധർമ്മം. ധാരണകർത്താവാണ് ധർമ്മം. നമ്മെ നിലനിർത്തുന്നത് നമ്മുടെ സങ്കല്പം, വാക്ക്, പ്രവൃത്തി ഇതൊക്കെയാണ്.
അപ്പൊ നിലനിൽപ്പിന് അനുകൂലമായ, ധാരണ അനുകൂലമായ സങ്കല്പവും വാക്കും പ്രവൃത്തിയും ഉണ്ടാകണം. പ്രതികൂലമായത് ഉണ്ടാകാതെയും ഇരിക്കണം. അതുണ്ടാകാതെ ഇരിക്കാനും പ്രമ ഉണ്ടാകണം. പ്രമ ഉണ്ടാകണമെങ്കിൽ പ്രമാണം ഉണ്ടാകണം. വാസ്തവത്തിൽ ധർമ്മങ്ങൾക്ക് ആശ്രയമായത് എന്ത്? ധർമ്മങ്ങൾക്കെല്ലാം ആശ്രയമായത് ഈ പ്രമാണ വിജ്ഞാനമാകുന്ന ന്യായശാസ്ത്രം തന്നെയാണ്. ആശ്രയ സർവധർമാണാം, ഇങ്ങനെ 3 വിശേഷണങ്ങൾ പറഞ്ഞു. സർവവിദ്യാനാം പ്രദീപ, സർവകർമ്മണാം ഉപായ, സർവധർമാണാം ആശ്രയ. ഇങ്ങനെയുള്ള വിദ്യ ഉദ്ദേശേ പ്രകീർത്തിത. ഇങ്ങനെയുള്ള വിദ്യയെ, ന്യായശാസ്ത്രത്തെ ഉദ്ദേശത്തിൽ പ്രകീർത്തിച്ചു. ഉദ്ദേശിച്ച പേരുകൊണ്ട് പറയുക, അതാണ് ഉദ്ദേശം. അങ്ങനെ പറയുന്നിടത്ത് ഈ വിദ്യയെ, ഇങ്ങനെയെല്ലാമുള്ള ഈ വിദ്യയെ പ്രകീർത്തിച്ചു എന്ന്. ഇങ്ങനെയുള്ള ഈ ശാസ്ത്രം തത്വജ്ഞാനത്തെ ജനിപ്പിക്കും. ഉള്ളതിന് ഉള്ളതെന്നും ഇല്ലാത്തതിനെ ഇല്ലാത്തത് എന്നും യഥാതഥമായിട്ട് അവിപരീതമായിട്ട് അറിയാം. ഉള്ളതിനെ ഉള്ളതുപോലെ അറിയണം. അതുണ്ട് എന്നറിയണം. അതെങ്ങനെ ഉള്ളത് എന്നറിയണം. അതിനെ അതിൻ്റെ സ്വരൂപത്തിൽ അറിയണം. അതിൻ്റെ സ്വഭാവത്തിൽ അറിയണം. ഇങ്ങനെ യഥാതഥമായി അവിപരീതമായിട്ട് ഉള്ളതിനെ അറിയണം. അതുപോലെ ഇല്ലാത്തതിനെ ഇതില്ലാത്തതാണ് എന്നും അറിയണം. ഇല്ലാത്തതുണ്ട് എന്നും ഉള്ളത് ഇല്ല എന്നും ധരിച്ചാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. ഇല്ലാത്ത എല്ലാറ്റിനെയും ഇതില്ലാത്തതാണ് എന്ന് നമുക്കറിഞ്ഞുകൂടാ. നമ്മളിൽ പലരും ഇല്ലാത്ത പലതും ഉള്ളതാണ് എന്ന് വിചാരിക്കുന്നു. ഇല്ലാത്തത് ഉള്ളതാണ് എന്ന് വിചാരിക്കുമ്പോൾ ഉള്ളത് ഇല്ലാത്തതാണ് എന്നും വിചാരിക്കുന്നു. ഇങ്ങനെ വിപരീത ജ്ഞാനം രണ്ടിടത്തും ഉണ്ടാവും. അങ്ങനെ സംഭവിക്കാതെ ഉള്ളതിനെ ഉള്ളതുപോലെ അറിയുക, അതിൻ്റെ ശരിയായ സ്വരൂപത്തിൽ അറിയുക. ഇല്ലാത്തതിനെ ഇതില്ല എന്നും അറിയും. അങ്ങനെ അറിയുന്നതാണ് യഥാർത്ഥമായ ജ്ഞാനം, തത്വജ്ഞാനം. വിപരീതമായ ഈ അറിവ് അല്ലെങ്കിൽ സമ്യജ്ഞാനം അഥവാ പ്രമ, ഇത് ഉണ്ടാക്കി മനുഷ്യനെ പുരുഷാർത്ഥ പാത്രമാക്കുന്നു ന്യായശാസ്ത്രം. പുരുഷാർത്ഥം എന്ന് പറഞ്ഞാൽ സുഖം. പുരുഷൈ അർത്ഥ്യതേതി പുരുഷാർത്ഥ. എല്ലാവർക്കും ഈ എന്താണോ വേണ്ടത്, എല്ലാവരും എന്താണോ അർത്ഥിക്കുന്നത്, ആവശ്യപ്പെടുന്നത്, അതിനെയാണ് പുരുഷാർത്ഥം എന്ന് വിളിക്കുന്നത്. അതിന് സുഖം എന്നർത്ഥം. ഇങ്ങനെ പുരുഷാർത്ഥ സാധനമാണ് ഈ ന്യായശാസ്ത്രം. ഉള്ളതിനെ ഉള്ളതുപോലെ പ്രമാണങ്ങൾ കൊണ്ട് അറിയുന്നു എന്ന് പറയുന്നത് മനസ്സിലാക്കാൻ വളരെ എളുപ്പമുണ്ട്. പക്ഷെ ഇല്ലാത്തതിനെ എങ്ങനെ പ്രമാണം കൊണ്ടറിയും? ഇല്ലാത്തതിനെയും പ്രമാണം കൊണ്ടറിയാം. നമുക്ക് എന്തെങ്കിലും കാണണമെങ്കിൽ വെളിച്ചം വേണമല്ലോ, വിളക്ക് വേണം. ഇരുട്ടത്തൊന്നും കാണില്ല. വിളക്ക് കൊണ്ടും നോക്കുമ്പോൾ ഉള്ളതെല്ലാം കാണുന്നു. അപ്പൊ വിളക്ക് ഉള്ളതിനെയെല്ലാം കാണിച്ചു തരും. ഇങ്ങനെ വിളക്ക് കൊണ്ട് നോക്കുമ്പോൾ ഏതാണോ കാണാത്തത് അത് ഇല്ല എന്നും അറിയുന്നു. ഉള്ളതിനെ കാണിച്ചു തരുന്ന വിളക്ക് തന്നെ ഇല്ലാത്തതിനെ അതില്ല എന്നും കാണിച്ചു തരുന്നു. ഉണ്ടെങ്കിൽ കാണുമായിരുന്നു, കാണുന്നില്ല, അതുകൊണ്ടില്ല.
ഇതുപോലെ തന്നെയാണ് പ്രമാണങ്ങളും. ഉള്ളതിനെ ഉള്ളതുപോലെ കാണിച്ചു തരുന്ന പ്രമാണങ്ങൾ ഇല്ലാത്തതിനെ ഇല്ല എന്നും കാണിച്ചു തരുന്നു. പ്രമാണങ്ങളെ കൊണ്ട് പരീക്ഷിക്കുമ്പോൾ അതില്ല എന്ന്. ഇങ്ങനെയാണ് ഉള്ളതിൻ്റെയും ഇല്ലാത്തതിൻ്റെയും യഥാരൂപമായ ജ്ഞാനം പ്രമാണങ്ങൾ കൊണ്ട് ഉണ്ടാകുന്നത്. ഇങ്ങനെയുള്ള ഈ ന്യായശാസ്ത്രം വളരെ ബൃഹത്തായ ഒരു ശാസ്ത്രശാഖയാണ്. വളരെ വിപുലമായ ഗ്രന്ഥസമ്പത്ത് ഉള്ള ശാസ്ത്രമാണ്. ജീവിതകാലം മുഴുവൻ പഠിച്ചാൽ തീരാത്ത അത്രയും ഗ്രന്ഥങ്ങളുണ്ട് ന്യായശാസ്ത്രം. അങ്ങനെ സൂത്രങ്ങളായിട്ട് നിബന്ധിച്ചിരിക്കുന്നു. സൂത്രകാരന്റെ പേര് ഗൗതമൻ എന്നാണ് പറയപ്പെടുന്നത്. ഇനി മാറ്റിയൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. ഉപനിഷത്തിലൊക്കെ എല്ലാ പേരൊക്കെ മാറ്റിയില്ലേ വക്താക്കളെ, അതുപോലെ ഇത് മാറ്റിയിട്ടുണ്ടോന്നറിയില്ല. എന്തായാലും ഗൗതമൻ എന്നാണ് പറഞ്ഞത്. ഭാഷ്യകാരൻ വാത്സ്യായനൻ. ഈ വാത്സ്യായന ഭാഷ്യത്തിന് വാചസ്പതി മിശ്രന്റെ ടീക ഉണ്ട്. ഷഡ്ദർശന ആചാര്യനായ വാചസ്പതി മിശ്രന്റെ ടീക, 6 ദർശനങ്ങളുടെയും ഭാഷ്യത്തിന് ടീക എഴുതിയ ആളാണ് വാചസ്പതി മിശ്രൻ. അപ്പൊ ഗൗതമന്റെ സൂത്രം, വാത്സ്യായനന്റെ ഭാഷ്യം, വാചസ്പതി മിശ്രന്റെ ടീക. ഇതാണ് സൂത്രഗ്രന്ഥത്തെ സംബന്ധിച്ച് അറിയാനുള്ളത്. ഈ സൂത്രഗ്രന്ഥത്തിൽ 5 അധ്യായങ്ങള്. 5 അധ്യായങ്ങളിൽ ഓരോന്നിനെയും ഈ 2 ആജ്ഞികങ്ങളായിട്ട് വിഭജിച്ചിരിക്കുന്നു. അങ്ങനെ 10 ആജ്ഞികങ്ങളാണ് ന്യായശാസ്ത്രം. ഈ 10ലും കൂടി 528 സൂത്രങ്ങൾ ഉണ്ട്. ഈ 528 സൂത്രങ്ങളിൽ പ്രതിപാദിക്കുന്നത് 16 പദാർത്ഥങ്ങളെയാണ്. ആ 16 പദാർത്ഥങ്ങളുടെ ജ്ഞാനം സമ്പാദിക്കാനാണ് നമ്മൾ ഈ ന്യായശാസ്ത്രം ചർച്ച ചെയ്യുന്നത്. 16 പദാർത്ഥങ്ങളുടെ വിചാരം നമുക്ക് അടുത്ത ക്ലാസ്സിൽ ആരംഭിക്കാം. ഇപ്പോൾ 10 മണിക്ക് ശേഷം ചോദ്യോത്തരമെന്നാണ് കഴിഞ്ഞ ക്ലാസ്സിൽ തീരുമാനിച്ചത്. അപ്പൊ ഇനി ഈ കേട്ട വിഷയത്തിൽ എന്തെങ്കിലും ചോദ്യം, എന്തെങ്കിലിനോട് ബന്ധപ്പെട്ട എന്തെങ്കിലും ചോദ്യം ഉണ്ടെങ്കിൽ ചോദിക്കാം.